നമസ്കാരം. ഞാനിന്ന് ഡോക്ടർമാരുടെ സുരക്ഷയുടെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, സുരക്ഷയുടെ ചില കാര്യങ്ങൾ, ജോലി സമയത്തെ ചില പ്രശ്നങ്ങൾ, അവയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിലൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വെസ്റ്റ് ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലുണ്ടായ ആ ഒരു വളരെ വളരെ ഒരു എന്താ പറയുക ദയനീയമായ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഒരിടത്തും ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. PG സ്റ്റുഡൻ്റ് ആയിരുന്നു. കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 31 ഇയേഴ്സ് ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം ഗവൺമെൻറ്റും അവിടുത്തെ ആളുകളും ആ കോളേജിലെ തന്നെ ആളുകളും അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇന്നലത്തെ പത്രത്തിൽ വന്നൊരു വാർത്ത വായിക്കാം. ജൂനിയർ ഡോക്ടർമാരുടെ ജോലി സമയം ആഴ്ചയിൽ 74 മണിക്കൂറിൽ കൂടരുതെന്ന് നിർദ്ദേശം. സേവന പരിശീലന കാലയളവിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജോലി സമയം ആഴ്ചയിൽ പരമാവധി 74 മണിക്കൂറിൽ കൂടരുതെന്ന് ശുപാർശ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദത്തെയും ജീവിത പ്രശ്നങ്ങളെയും കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ മെഡിക്കൽ കമ്മീഷൻ നിയോഗിച്ച സമിതിയാണ് ശുപാർശ നൽകിയത്. 1992 മാർഗനിർദ്ദേശപ്രകാരം ജൂനിയർ ഡോക്ടർ ആഴ്ചയിൽ 48 മണിക്കൂർ പരമാവധി സേവനം അനുഷ്ഠിച്ചാൽ മതി. തുടർച്ചയായി 12 മണിക്കൂറിലധികം ജോലി പാടില്ലെന്നും നിബന്ധനയുണ്ട്. എന്നാൽ ഇതൊന്നും പ്രാവർത്തികമാകാറില്ല. പുതിയ ശുപാർശ പ്രകാരം ആഴ്ചയിൽ ഒരു അവധി നിർബന്ധം. തുടർച്ചയായ ജോലി 24 മണിക്കൂറിൽ കൂടാൻ പാടില്ല. 24 മണിക്കൂർ ഡ്യൂട്ടിക്ക് പുറമെ 10 മണിക്കൂർ വീതമുള്ള 5 ദിവസവും ഉൾപ്പെടെയാണ് 74 എന്ന നിർദ്ദേശം. എല്ലാ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും 10 ദിവസത്തെ വാർഷിക അവധി നൽകണം. വിവിധ മേഖലകളിലെ പ്രമുഖരടങ്ങിയ 16 അംഗ സമിതിയാണ് റിപ്പോർട്ട് നൽകിയത്. ഓൺ പേപ്പർ വളരെ നല്ല നിർദ്ദേശമാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്നും എത്രയോ അകലെയാണെന്നുള്ളത് വ്യക്തിപരമായ അനുഭവം കൊണ്ട് തന്നെ എനിക്ക് അറിയാൻ കഴിയും. പലപ്പോഴും ഹൗസ് സർജൻസും PGസുമാണ്, ഫസ്റ്റ് ഇയർ PGസുമാണ് ഇതിൻ്റെ ബ്രണ്ട് സഹിക്കേണ്ടി വരുന്നത്. കാര്യം നമുക്ക് പലപ്പോഴും ലീവ് എന്ന് പറയുന്ന കാര്യം കിട്ടുകയില്ല. ലീവ് ചോദിക്കുന്നത് തന്നെ എന്തോ വലിയ അപരാധമാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സീനിയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം. ഒരു ദിവസം വീട്ടിൽ പോകാൻ ലീവ് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് ഹൗസ് സർജൻസി സമയത്താണ്, അവനോട് CRRI ഹൗസ് സർജൻസിയുടെ വേറൊരു പേരാണ്, എന്താണെന്ന് ഫുൾ ഫോം പറയാൻ പറഞ്ഞു. കമ്പൽസറി റൊട്ടേറ്ററി റെസിഡൻറ്റ് ഇന്റേൺഷിപ്പ് ആണ്. സോ യു മസ്റ്റ് ബി എൻ ഇന്റേൺ, യു മസ്റ്റ് ഓൾവേസ് ബി അവൈലബിൾ ഹിയർ എന്നുള്ളതാണ് ഒരു സീനിയർ പറഞ്ഞത്. അതായത് ഒരു അവധി ചോദിക്കുന്നത് പോലും എന്തോ തെറ്റെന്നുള്ള രീതിയിലാണ് പലപ്പോഴും കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഏതൊരു മനുഷ്യനും ക്ഷീണമുണ്ടാവും. നമ്മൾ ആരും യന്ത്രങ്ങളല്ല. സമയം കൂടുന്തോറും നമ്മുടെ ജോലിയുടെ എഫിഷ്യൻസി കുറയുമെന്നും ഉള്ള കാര്യം വ്യക്തമാണ്. നമ്മൾ എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ജോലി ചെയ്യുന്ന മണിക്കൂറുകൾ സമയം കൂടുന്തോറും നമ്മുടെ എഫിഷ്യൻസി കുറയും. ഏതൊരു മേഖലയിലും ആ ഒരു എഫിഷ്യൻസി കുറവ് പ്രശ്നമാണ്. ഇതുപോലെ മനുഷ്യരുടെ ആരോഗ്യവുമായി, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എഫിഷ്യൻസി കുറയുന്ന ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ആവശ്യത്തിന് വിശ്രമം കൊടുക്കാനുള്ള ഒരു മനുഷ്യത്വപരമായ സമീപനം ഈ മേഖലയിലും വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ 24 അവർ കണ്ടിന്യൂസ് ഡ്യൂട്ടി, 48 അവർ കണ്ടിന്യൂസ് ഡ്യൂട്ടി, ചില അവസരങ്ങളിൽ 72 അവേഴ്സും 96 അവേഴ്സ് വരെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും ഇതൊരു റുട്ടീൻ പോലെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ സപ്പോസ്ഡ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്താണ് കയറി വന്നത്, നിങ്ങളും ഇത് ചെയ്യാൻ സപ്പോസ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു നിരുത്തരവാദപരമായ ഒരു ഇൻഹ്യൂമനായ സമീപനമാണ് പലപ്പോഴും അധികാരികളിൽ നിന്ന് പോലും ഉണ്ടാവുന്നത്. അത് ഇതേ ഫീൽഡിലുള്ള സീനിയേഴ്സിന്റെ കാര്യത്തിൽ നിന്ന് പോലും ഇങ്ങനത്തെ ഒരു സമീപനമാണ് പലപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് നിരാശാജനകമാണ്. നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു അൺജസ്റ്റ് സിസ്റ്റം സഹിക്കേണ്ടി വന്നാൽ, അതിപ്പോൾ റാഗിങ് ആണെങ്കിലും ഇങ്ങനത്തെ ഡ്യൂട്ടി ടൈം ആണെങ്കിലും, ഇനിയൊരു തലമുറ അത് സഹിക്കേണ്ടി വരരുത് എന്ന് ഉറപ്പാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അതല്ലേ വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. പിന്നെ നമ്മൾ വേറെ പല മേഖലയിൽ നിന്ന് പോലെ നമ്മൾക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ പോലും സമയമില്ലാതെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും ഒരു തെറ്റായിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്. നമ്മൾ എന്താ പറയുക, ഭക്ഷണം പോലും കഴിക്കാതെ ഡ്യൂട്ടി എടുത്തു വെച്ചാൽ അതൊരു ത്യാഗത്തിൻ്റെ, അതൊരു സേവനത്തിൻ്റെ ഒരു ഹോൾമാർക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്കതിനോട് യോജിപ്പില്ല. നമുക്ക് എന്താ പറയുക, അത്ര അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ റൊട്ടീൻ ലൈഫിൽ, റൊട്ടീൻ ഡ്യൂട്ടിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ അതൊരു ഗ്രേറ്റ്നെസ്സിൻ്റെ ഇൻഡിക്കേറ്റർ ഒന്നുമല്ല, അത് സിസ്റ്റത്തിന് ഇൻഎഫിഷ്യൻസിയുടെ ഇൻഡിക്കേറ്ററാണ്. ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്നൊരു ഡോക്ടറാണോ, ഹൗസ് സർജനോ PGയോ ആരോ ആയിക്കോട്ടെ, അവരെയാണോ അതോ ഈ 24-48 കഴിഞ്ഞ് ക്ഷീണിച്ച് നല്ലവണ്ണം ടയേർഡായി വിശന്ന് നിൽക്കുന്ന ഒരു ഡോക്ടറെയാണോ, ആരാണ് രോഗികളെ നോക്കാൻ നിൽക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ തന്നെ കുറച്ചുകൂടി മനുഷ്യപ്പറ്റിയോടെ പെരുമാറിയാലേ ഡ്യൂട്ടി റെജിംസ് നമുക്കൊന്ന് മോഡറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള സത്യമാണ്. പുറമേ നിന്നാണെങ്കിലും ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, പിന്നെയുള്ളത് സുരക്ഷയെക്കുറിച്ച്. സുരക്ഷാ പ്രശ്നങ്ങൾ ഏറ്റവും അധികം വരുന്നത് കാഷ്വാലിറ്റിയിലാണ്. അതും ഏർലി മോർണിംഗ്, നൈറ്റ് ഏർലി മോർണിംഗ്, ഒരു 1 മണി തൊട്ട് രാവിലെ 1 AM, ഉച്ചയ്ക്കല്ല രാവിലെ 1 AM തൊട്ട് ഒരു 4 AM വരെ, ആ ഒരു സമയത്താണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. 1 AM to 5 AM മേ ബി.
ഈ ഒരു സമയത്ത് അത്യാഹിത വിഭാഗത്തിൽ ഗവൺമെന്റ് സെക്ടർ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലം. അപ്പോൾ ഇതിന് നമുക്ക് സുരക്ഷയ്ക്ക് മാനദണ്ഡങ്ങൾ വേണം. കാഷ്വാലിറ്റി നമുക്ക് ഒരിക്കലും അടച്ചിടാൻ പറ്റില്ല. ഇതൊരു എമർജൻസി സെക്ടർ ആയതുകൊണ്ട് നമുക്കിത് ഒരിക്കലും അടച്ചിടാൻ പറ്റില്ല. അപ്പോൾ അവിടെ CCTV, പ്രോപ്പർ സെക്യൂരിറ്റി ഉൾപ്പെടെ പല സംവിധാനങ്ങളും തീർച്ചയായിട്ടും വേണ്ടതാണ്. പലപ്പോഴും സെക്യൂരിറ്റി എന്ന പേരിൽ പ്രായമായ 1-2 ആൾക്കാരുണ്ടാവും. അവർ വളരെ വീക്കാണ്, 60+ ആയിരിക്കും. അവർ വിചാരിച്ചാൽ ഒരിക്കലും ഒരു ആൾക്കൂട്ടത്തെയോ ആരെയും തടയാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ്, കംപ്ലീറ്റ് CCTV കവറേജ് അതെല്ലാം വേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ ആവശ്യമില്ലാത്തവർ വരരുത്. പലപ്പോഴും ഈ ബൈസ്റ്റാൻഡേഴ്സ്, കൂടെയുള്ളവർ, പ്രാദേശിക നേതാക്കൾ എന്നുള്ള പല പേരുകളിൽ പലരും വരാറുണ്ട്. ഇവരെല്ലാവരും നമ്മൾ കാഷ്വാലിറ്റിയിൽ കയറാൻ അനുവദിക്കാൻ പാടില്ല. ഇതൊരു അത്യാഹിത വിഭാഗം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യമുള്ളവർ മാത്രം വരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വേണ്ടത്. ആവശ്യമില്ലാതെ കൂടെ വരുന്ന ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മെഡിക്കോ ലീഗൽ കേസസ്, അതായത് അടിപിടികൾ, അതിർത്തി തർക്കങ്ങൾ, ആക്സിഡൻസ്, അങ്ങനെ പല മെഡിക്കോ ലീഗൽ കേസസിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് ഉണ്ടാവാറുള്ളത്. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആളുകൾ കൂട്ടത്തോടെ വരികയും കേസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും പല രീതിയിലുള്ള ഉപദേശം, കൈക്കൂലി തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാവാറ്. അപ്പോൾ ഈ മെഡിക്കോ ലീഗൽ കേസസിനെ എമർജൻസി ട്രീറ്റ്മെന്റ് സെക്ഷനിൽ നിന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരുന്നു. പിന്നെ കാഷ്വാലിറ്റി ഗ്ലോറിഫൈഡ് OP ആയിട്ട് വർക്ക് ചെയ്യുന്നതും നല്ലതല്ല. ആളുകൾക്ക് പകൽ വരാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അവർ അത്യാവശ്യത്തിന് കാഷ്വാലിറ്റിയിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ത്രൂ ഔട്ട് 24 hours OP ആയിട്ട് പലപ്പോഴും റൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും നമുക്ക് പെരിഫറിയിലാണെങ്കിലും, പെരിഫറൽ പോസ്റ്റിംഗ് ഉണ്ട് PHCകളിലൊക്കെ, അവിടെയാണെങ്കിലും നമുക്ക് ഈ കണ്ടിന്യൂസ് ഡ്യൂട്ടി സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. അവിടെയും പലപ്പോഴും ഉൾഗ്രാമങ്ങളും പ്രദേശങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 24 hour ഡ്യൂട്ടി സിസ്റ്റം എൻഷുർ ചെയ്യുന്നത്. അത് വേണ്ടതാണ് ഇതിന്. പക്ഷെ അവിടെയെല്ലാം സേഫ്റ്റി എൻഷുർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഒരു മിനിറ്റ്. പിന്നെ കാഷ്വാലിറ്റിയിലാണെങ്കിലും നമുക്ക് ട്രയേഡ് സിസ്റ്റം ഉണ്ട്. ഏറ്റവും സിക്കായ ആളുകൾക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴും നമുക്ക് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. OPയിലെ പോലെ ഫസ്റ്റ് വരുന്നവർക്ക് ഫസ്റ്റ് കാണാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. സിക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കാഷ്വാലിറ്റി സേവനം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരു കാര്യം അത്യാഹിത വിഭാഗത്തിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈവനിങ് OP സിസ്റ്റം എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈ കാഷ്വാലിറ്റികളുടെ തിരക്ക് കുറച്ച് കുറയ്ക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആളുകളാണെങ്കിലും കുറച്ചുകൂടി ഡിസ്ക്രിപ്ഷൻ പാലിക്കണം. കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗമാണ്, ഇറ്റ്സ് നോട്ട് എ ഗ്ലോറിഫൈഡ് OP എന്നുള്ള കാര്യം. പിന്നെ കാഷ്വാലിറ്റി ടിക്കറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ 2 രൂപയ്ക്ക് കാഷ്വാലിറ്റി ടിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത്രയ്ക്ക് ദാരിദ്ര്യമോ പ്രശ്നമോ നമുക്കുണ്ടോ? ഒരു എസെൻഷ്യൽ സർവീസിന് അറ്റ്ലീസ്റ്റ് APL സെക്ഷനെങ്കിലും കുറച്ചുകൂടി ഒരു 5 or 10 കുറച്ചും കൂടി നോമിനൽ ചാർജ് ഈടാക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റ് സെക്ടറിലെ കാര്യം പറയുന്നത്. ആ പൈസ വേറെ എവിടേക്ക് ചെലവഴിക്കേണ്ട, ഹോസ്പിറ്റൽ വികസനത്തിന് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു വെറുതെ ഇങ്ങ് കാഷ്വാലിറ്റിക്ക് വരാമെന്നുള്ള അവസ്ഥ ഒന്ന് മാറണം. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ക്രിമിനൽ ഒഫൻസ് നടക്കുമ്പോൾ അവിടെ ശരിക്കും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ലോ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതോറിറ്റീസ് ശരിക്കും വേണ്ട നടപടി എടുക്കുകയാണ് വേണ്ടത്. ആസ് ഇൻ എവറി കേസ് പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ് തിങ്. ഇഫ് യു കോൺ പ്രിവെന്റ് ഇറ്റ്, അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ദാറ്റെങ്കിലും നമ്മൾ മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കണം. അതിന് പകരം ആ കുട്ടി എന്തിനാ ആ സമയത്ത് അവിടെ പോയി അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും പിന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല, ദുഃഖകരമെന്ന് പറയട്ടെ അവസാനത്തെയുമല്ല. ഡോക്ടർ വന്ദനാദാസിന്റെ കേസിൽ ഇതുപോലത്തെ ഒരു ഇതല്ലായിരുന്നെങ്കിൽ പോലും മരണം സംഭവിച്ചത് ഏർലി മോർണിംഗ് അവേഴ്സിലാണ്. പലപ്പോഴും പലതരം ലഹരികൾക്ക് അടിമയായിട്ടുള്ള ആളുകൾ കാഷ്വാലിറ്റിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. MLCയുടെ ഭാഗമായിട്ടും അല്ലാതെ നമുക്ക് കാഷ്വാലിറ്റി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്തരക്കാരെ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സേഫ്റ്റി സംവിധാനങ്ങൾ കൃത്യമായിട്ട് വേണ്ടതാണ്. നിയമത്തെ ഭയം എന്നുള്ള ഒരു കാര്യമെങ്കിലും നമ്മൾ ചെയ്യണം. കാഷ്വാലിറ്റി പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ അത് എക്സ്ട്രാ സേഫ്റ്റി സോണായിട്ട് പരിഗണിച്ചവനെ കൂടുതൽ ശക്തിയോടെ അവിടെ നിയമം എൻഫോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുക തന്നെ വേണം. കാര്യം നമ്മൾ എസെൻഷ്യൽ സർവീസ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സർവീസ് ആണ്. അത് പറയുമ്പോൾ മാത്രം പോരാ, നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റി അഷ്യൂർ ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈറാർക്കിക്കൽ മെന്റാലിറ്റിയും അതോറിറ്റീസിനെ മാറേണ്ടതാണ്. ഈ ജൂനിയേഴ്സിന് പ്രശ്നം വരുമ്പോൾ എത്ര സീനിയേഴ്സ് അതിനെക്കുറിച്ച് ബോധേഡാവുന്നുണ്ട്, ഈ കാര്യങ്ങളും ചിന്തനീയമാണ്. അപ്പോൾ ഇപ്പോൾ നടന്ന ഈ അപകടത്തിന്റെ ഈ ഒരു കൊലപാതകത്തിന്റെ പിന്തുടർച്ചയിലും ഈ ഒരു റിപ്പോർട്ടിന്റെ ബേസിലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ജോലി സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞാലല്ലേ അറിയുള്ളൂ, വേറെ ആരും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചിന്തിക്കുക, ഇത് ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ആരോഗ്യമുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് സിസ്റ്റം എന്നുള്ളത് ഏതൊരു സമൂഹത്തിനും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ ഒരു മരണപ്പെട്ട ആ കുട്ടിക്ക് ഇനിയെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും പ്രതികളെ ശിക്ഷിക്കുക എന്നുള്ള മിനിമം നീതിയെങ്കിലും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയെങ്കിലും നമ്മൾ ആ കുട്ടിയോടും ആ കുടുംബത്തോടും ചെയ്യേണ്ടതുണ്ട്. അത്രയെങ്കിലും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയും മാത്രം ഈ അവസരത്തിൽ പറയുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇത് നമ്മളൊരു നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഫ്രട്ടേണിറ്റിയോടാണ് കൂടുതലായിട്ട് ഇത് പറയുന്നതുകൊണ്ട് ഞങ്ങളുടെ വേറെ പ്രശ്നങ്ങൾ ഒരുപാട് നീട്ടി പറയുന്നില്ല. ഇത്രയെങ്കിലും ബേസിക് സുരക്ഷ, വർക്കിംഗ് അവേഴ്സിലെ കുറച്ചുകൂടി മനുഷ്യത്വപരമായ സമീപനം, ഈ ഹൈറാർക്കി സിസ്റ്റത്തിന് ഉള്ളിൽ നിന്ന് തന്നെയുള്ള കുറച്ച് മാറ്റം, കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി,
കുറച്ചുകൂടി ഒരു പരിഗണന ഇത്രയെങ്കിലും വേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലോട്ട് ഓഫ് തിങ്സ് നീഡ് ടു ചേഞ്ച് ഫോർ ദിസ് നോട്ട് ടു റിക്കർ. അതർവൈസ് താങ്ക് യു.